ഓക്കെ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ മറ്റൊരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഞാൻ കട്ടിംഗ് ടൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഒരു കട്ടിംഗ് ടൂളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, അത് ഹാക്സോ ആയിരുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഫയലാണ്. ഫയലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് കട്ടിംഗ് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ടൂൾസ് പല വിധത്തിലുണ്ട്. ഓക്കെ, നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ആ ഒരു ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ടൂൾ എന്ന് വെച്ചാൽ അത് എന്താണ്, നമുക്ക് ആ ഒരു ബേസ് തൊട്ടൊന്ന് നോക്കാം. ഒരു ടൂൾ എന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ്, കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ്. നമ്മളൊരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ടാസ്ക് എന്താണ്, ആ ടാസ്ക് അനുസരിച്ച് ആ ടൂളിന് പല പേരുകളുണ്ട്. നമ്മൾ ടാസ്ക് ഇപ്പം കട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനാണെങ്കിൽ ആ ഒരു ടൂളിന് കട്ടിംഗ് ടൂൾ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഫയൽസ്, നമ്മുടെ ഹാക്സോ, ഹാൻഡ്സോ, അതുപോലെ ഉള്ള സാധനം, അതേപോലുള്ള ടൂളുകൾ. ഇപ്പം ആ ടൂൾ വെച്ച് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളതിന് മെഷറിംഗ് ടൂൾസ് എന്ന് പറയും. അതാണ് നമ്മുടെ സ്റ്റീൽ റൂള്, വെർനിയർ കാലിപ്പർ, ബെവൽ പ്രൊട്രാക്ടർ, മൈക്രോമീറ്റർ, അതൊക്കെ. ആ ടൂൾ വെച്ച് നമ്മൾ ഏത് ടൂൾ വെച്ചിട്ടാണോ നമ്മൾ മാർക്കിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ മോഡൽ മാർക്ക് ചെയ്യുന്നു, അങ്ങനെ ലൈൻസൊക്കെ മാർക്ക് ചെയ്യുന്നു, അതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവർ മാർക്കിംഗ് ടൂൾസ് എന്നാണ്. ഓക്കെ, മാർക്കിംഗ് ടൂൾസ് നമുക്ക് പലതുണ്ട്. നമ്മുടെ സ്ക്രൈബർ, നമ്മൾ പഞ്ചസ്, അതൊക്കെ ഒരു മാർക്കിംഗ് ടൂൾസാണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്പാനർ, പ്ലെയർ, ഇതൊക്കെ പറയുന്നത് ഹാൻഡ് ടൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ടൂളുകളുണ്ട്. അതിൻ്റെ അകത്തൊരു സെക്ഷനാണ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഫയൽസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫയലും ഇതേവരെ ചോദിച്ചിട്ടുള്ള ഫയലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, ഈ കാണുന്ന ചിത്രമാണ് ഒരു ഫയലിൻ്റെത്. ഇതൊരു ബേസിക് ഫയലിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഈ ഫയലിൻ്റെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന, ഫയലിൻ്റെ മലയാളം എന്ന് പറയുന്നത് അരം എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഫയൽ എന്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതൊരു കട്ടിംഗ് ടൂളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഒരു വർക്ക് പീസിനെ ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ രണ്ട് ഭാഗമായിട്ട് മുറിക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. ഇത് അങ്ങനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നല്ല. അത് അങ്ങനെ വേണ്ടി നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ച് മാറ്റുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹാക്സോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ഫയലെന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ മെറ്റീരിയലിന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമ്മുടെ ജോബ് പീസ്, നമ്മുടെ വർക്ക് പീസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് പീസ് നമ്മൾ ഹാക്സോ വെച്ച് കട്ട് ചെയ്ത് ഒരു 10 mm നീളമുള്ള ഒരു വർക്ക് പീസ് എടുത്തെന്ന് വെച്ചോളൂ. അപ്പോൾ ആ 10 mm നീളത്തിൽ എടുത്തിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആക്കേണ്ടത് 9 mm. അപ്പോൾ ആ 1 mm കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നത്? ഈ ഫയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 1 mm എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള സൈസുകളിൽ കൊണ്ടെത്തിക്കാനൊക്കെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ യൂസിങ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് എക്സസ് മെറ്റീരിയലിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫയലിംഗ്. ഫയലിംഗ് എന്താണെന്നും നമ്മളിപ്പം മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫയലിന് നേരിട്ട് അതിൻ്റെ പാർട്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഫയലിൻ്റെ ഒരറ്റത്ത്, ഏറ്റവും തുടങ്ങുന്ന ഈ അറ്റത്തുള്ള ഭാഗത്തിന് നമ്മൾ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കും. അതേപോലെ അതിൻ്റെ മറുഭാഗം, അതിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു പാർട്ടിനെ നമ്മൾ ടാങ് എന്ന് വിളിക്കും. ഞാൻ പറയുന്നത് ഈ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചാക്കുന്നതാണ്. അതായത് ഇതൊരു ഹാൻഡിലാണ്. ആ ഹാൻഡിലിന് ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ഈ ടാങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ഫിഗറിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് പിടിയില്ലാത്തൊരു ഫയലാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്ന ഭാഗം, ഇത് മറുഭാഗമായ ടാങ്, TANG, ടാങ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ടാങ്. അപ്പോൾ ആ രണ്ട് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതിനെ ഫേസ് എന്ന് വിളിക്കാം. ഫേസ് അല്ലെങ്കിൽ സൈഡ്, അതായത് നമ്മുടെ പ്രധാനമായിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതലമാണ് ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്തെ എഡ്ജ് എന്ന് വിളിക്കും. ഈ എഡ്ജിലും അത് കട്ടിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ എഡ്ജിൽ മിക്കവാറും നമ്മളൊരു സിംഗിൾ ടീത്ത്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എഡ്ജൊന്നും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് ഫേസ് അല്ലെങ്കിൽ ഇതിനെ സൈഡ് എന്ന് വിളിക്കും. ഓക്കെ, സൈഡ് എന്ന് വിളിക്കുന്നത്, ഫേസ് എന്ന് വിളിക്കുന്നു ഈ ഒരു ഭാഗത്തെയാണ്. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് ഹീൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്?
ഫയലിൻ്റെ നീളത്തെയാണ് ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു ഫയലിൻ്റെ നീളത്തെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹൗ ക്യാൻ വി മെഷർ ദ ലെങ്ത് ഓഫ് എ ഫയൽ? അപ്പോഴത്തേക്ക് ഫയലിൻ്റെ മെഷർ ലെന്ത് ചെയ്യുന്ന ഈ ഒരു ടിപ്പ് മുതൽ ഈ ഒരു ഹീലിൻ്റെ ഈ ഒരു ഭാഗം വരെ, അതായത് ടിപ്പ് ടു ഹീലാണ് ഒരു ഫയലിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹീല് കഴിഞ്ഞ തൊട്ടടുത്ത ഭാഗം എന്ന് പറയുന്ന ഈ ഒരു ചരിഞ്ഞിരിക്കുന്ന ഈ കർവ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഷോൾഡർ എന്ന് പറയും. ഷോൾഡർ കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ടാങ് എന്ന് പറയും. ഓക്കെ, അപ്പോഴത്തേക്ക് ഈ ടാങ്ങിലോട്ടാണ് നമ്മൾ എന്തിടുന്നത്? നമ്മുടെ പിടി ഇടുന്നത്. അപ്പോൾ ടാങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്നത്, ഹാൻഡിൽ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന സ്ഥലമാണ് ടാങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹാൻഡിൽ ആ ടാങ്ങിൽ മുറുകെ പിടിക്കാനും, അതുപോലെ ആ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഉഡൻ പീസ് ആയിരിക്കും. ആ ഒരു ഉഡൻ പീസ് പൊട്ടിപ്പാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മോതിരം പോലെ ഒരു റിങ് അവിടെ ഇടും. ആ റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫെറൂൾ അങ്ങനെ വിളിക്കാം നമുക്ക്. ഓക്കെ, ഫെറൂൾ എന്നാണ് ഞാൻ അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ള അനുസരിച്ച് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊന്ന് നോക്കി വെക്കുക. ഇനി ആ ഭാഗങ്ങളെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇവിടെ എഴുതിയാക്കുന്നത്. അപ്പോൾ ഫയലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് എ ഫയൽ. ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് പീസിലെ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫയലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പാർട്സ് എല്ലാം കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ടിപ്പ് ഓർ പോയിന്റ്, അതാണ് നമ്മളുടെ ഈ ഓപ്പോസിറ്റ് ടാങ് എന്ന് വെച്ചാൽ ഒരു ഭാഗം ടാങ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ടിപ്പായിരിക്കും. ഏറ്റവും എൻഡിലുള്ള ഭാഗമാണ് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഫേസ് ഓർ സൈഡ്, ദ ബോർഡ് പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ ഇസ് സർഫസ്. ഒരു ഫയലിൻ്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് വിളിക്കുന്നത്, ഏറ്റവും ബോർഡായിട്ടുള്ള ഭാഗം. അടുത്തത് എഡ്ജ് എന്ന് പറയുന്നത് ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. ഓക്കെ, ഒരു പാരലായിട്ടുള്ള സിംഗിൾ റോ ടീത്തുള്ള ഈ ഒരു നാരോ, അതായത് ആ ഒരു തിൻ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നേരത്തെ ഞാൻ കാണിച്ചു തന്നു, ഇവിടെ നമ്മളെ ടീത്ത് ഉണ്ടാവും, പക്ഷേ ഈ എഡ്ജിൽ സിംഗിൾ കട്ട് ടീത്ത് ആയിരിക്കും വരുന്നത്, അതായത് ഒറ്റ റോയിലുള്ള ടീത്ത്. അതെന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. അടുത്ത ഹീൽ, ദ പോർഷൻ ഓഫ് ദ ബോർഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. നേരത്തെ എന്താണ് പഠിച്ചത്? നമ്മൾ നേരത്തെ ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് ബോർഡ് പാർട്ട് തന്നെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ്. പക്ഷേ അവിടെ എന്തുണ്ടാവും? ടീത്ത് ഉണ്ടാവും. പക്ഷേ ആ ഭാഗത്ത് ടീത്ത് ഇല്ലാത്ത ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീൽ എന്ന് വിളിക്കുന്നത്. അത് ടാങ്ങിനോട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ഷോൾഡർ. ദ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ദ കർവ്ഡ് പാർട്ട് ഓഫ് ദ ഫയൽ ജോയിനിങ് ടാങ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ ഒരു കർവ്ഡ് ഭാഗം. ഓക്കെ, ഈ ഹീല് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് ടാങ്ങിലോട്ട് ചേരുന്ന ഈ ഒരു കർവ്ഡ് ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഫയലിൻ്റെ ഷോൾഡർ എന്ന് വിളിക്കുന്നത്. അടുത്ത ടാങ്, ദ നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് എ ഫയൽ. ഇതിൻ്റെ അകത്ത് ഒന്ന് നോക്കണം. നമ്മൾ നേരത്തെ എഡ്ജ് എന്താണ് വിളിച്ചത്? എഡ്ജിന് എന്താണ് പറഞ്ഞത്? ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് എന്ന് വിളിച്ചു. ഓക്കെ, ടാങ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ദ നാരോ ആൻഡ് തിൻ എന്നാണ്. നാരോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു നേർത്തതെന്നാണ് നാരോയുടെ അർത്ഥം. നാരോ ആൻഡ് തിൻ, നേർത്തതായിരിക്കും, കനം കുറഞ്ഞ പാർട്ട് ഓഫ് ഫയൽ വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദ ഹാൻഡിലോട്ട് ആയിരിക്കും അത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ടാങ് എന്ന് പറയുന്നത് ഒരു ഫയലിൻ്റെ അകത്ത് ഏത് ഭാഗമാണ് ഹാർഡനിങ് ചെയ്യാത്തതെന്നൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഹാർഡൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർഡനിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കട്ടിങ് ടൂളും നമ്മൾ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ വിധേയമാക്കും. ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ പേരാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു അറൗണ്ട് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലോട്ട് ഏതൊരു മെറ്റീരിയലിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അതായത് നമ്മുടെ ക്രിസ്റ്റലൈസേഷൻ, നമ്മുടെ ഈ ഒരു മോളിക്യൂൾസിന് രൂപമാറ്റപ്പെടുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് അറിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ചും കൂടി ഒരു 100-180 ഡിഗ്രി സെൽഷ്യസ് അത്രയും ടെമ്പറേച്ചറിൽ എത്തിച്ചിട്ട് പെട്ടെന്ന് കൂൾ ചെയ്യും.
വെട്ടെന്ന് വെച്ചാൽ ഒരു വാട്ടർ കൂളിങ്ങോ അല്ലെങ്കിൽ ഒരു ഓയിൽ കൂളിങ്ങോ ഒഴിച്ച് കൂൾ ചെയ്യും. അതിനെ കൊഞ്ചിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ സഡൻ കൂൾ ചെയ്തെടുക്കുന്ന ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ പേരാണ് എന്ത്, ഹാർഡനിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ മെറ്റീരിയലിൻ്റെ ഹാർഡനെസ് പ്രോപ്പർട്ടി ഹാർഡനെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറ്റും, അതിന് വിയറും ടിയറും റെസിസ്റ്റൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ ഹാർഡനിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടിയും കൂടും. ഓക്കെ, അതായത് നമ്മുടെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഫോം ചെയ്യാതെ അത് പൊട്ടിപ്പോകാനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി കൂടും. പക്ഷേ അങ്ങനെ ബ്രിട്ടിലാവുന്ന ആ ഒരു പ്രോപ്പർട്ടി നമുക്കത്ര നല്ലതല്ല. അതുകൊണ്ട് ആ ഒരു ബ്രിട്ടിൽനെസ്സിനെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഹാർഡനിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും കൂടി ചെയ്യും. അതിനെയാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ടെമ്പറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആവുന്നവരൊന്നുമല്ല, ഒരു 100, 280, 300 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിൻ്റെ അവിടം പോലെ ചൂടാക്കിയിട്ട് സാവധാനം കൂൾ ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ ടെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എപ്പോഴും ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ടെമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അകത്തുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ നേരത്തെ ഹാർഡനിങ് ചെയ്തിട്ടുണ്ടായ ബ്രിട്ടിൽനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും, കുറച്ചൊന്ന് ഡക്റ്റിലിറ്റി കിട്ടും മെറ്റീരിയലിന്. പക്ഷേ ആ ഒരു ഹാർഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പോകത്തുമില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് ഹാർഡനിങ് ചെയ്യുന്നത് എന്തിനെന്ന് നമുക്ക് മനസ്സിലായി. കട്ടിങ് എബിലിറ്റി കൂട്ടാനായിട്ടാണ് ഹാർഡനിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയലിൻ്റെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഹാർഡനിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു ടാങ്കിൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹാർഡനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവിടെ നമ്മൾ കട്ടിങ് ഒന്നും കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഹാൻഡിൽ ഹെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ടാങ്ക്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫയലിൻ്റെ ഏത് ഭാഗമാണ് ഹാർഡനിങ് ചെയ്യാത്തത്, അത് ടാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ ടാങ്ക് വരെ പഠിച്ചു. അടുത്ത ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിടി, അവിടെയാണ് നമ്മൾ കൈ പ്രസ് ചെയ്യുന്നത്. ഒരു ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഹാർഡ് വുഡോ എന്തെങ്കിലും ആയിരിക്കും, ഒരു ഷോക്ക് അബ്സോർവ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കും. അത് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു വുഡൻ പാർട്ടാണത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹാൻഡിൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൊട്ടക്റ്റീവ് റിങ് ഇടും. ഓക്കെ, അതിൻ്റെ പേരാണ് ഫെറൂൾ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ ഫയൽ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫയൽ എന്ന് വെച്ചാൽ ഒരു കട്ടിങ് ടൂളാണെന്ന് മനസ്സിലായി. അപ്പോൾ കട്ട് ചെയ്യേണ്ട ടൂളിൻ്റെ ഹാർഡ്നെസ് എന്തായിരിക്കണം, എപ്പോഴും കട്ട് ചെയ്യപ്പെടേണ്ട ഏതോ അതിനേക്കാളും കൂടിയ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ ഏതൊക്കെയുണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ. ഈ രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ് ജനറലായിട്ട് നമ്മൾ ഫയൽ നിർമ്മിക്കുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ബോൾഡാക്കിയിട്ടാക്കുന്നത് പ്രത്യേകമായിട്ട് ഒന്ന് പഠിക്കുക. അതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാർഡനിങ് ചെയ്തിട്ടുണ്ടാവും, ടെമ്പറിങ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴത്തേക്ക് അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാർഡനിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ടെമ്പറിങ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് ചെയ്ത്, അപ്പോഴത്തേക്ക് ഏതായിരിക്കും, ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്ന പ്രോസസ്സ് ടെമ്പറിങ് ആയിരിക്കും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളപ്പോഴത്തേക്ക് ഫയലിൻ്റെ ഭാഗങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഫയൽ ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നുവെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫയലിൽ എന്ത് വേണം, കട്ട് ചെയ്യപ്പെടണമെങ്കിൽ അതിൻ്റെ അകത്ത് ടീത്തുകൾ വേണം, അതിൻ്റെ അകത്ത് പല്ലുകൾ വേണം. ആ പല്ലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെറ്റീരിയൽ വെച്ച് എന്ത് ചെയ്യാൻ കട്ടിങ് പ്രോസസ്സ് നടത്തുള്ളൂ. അപ്പോൾ ആ ടീത്തുകൾ ഏത് വിധത്തിലാണ് ഉള്ളത്? ഓക്കെ, 4 വിധത്തിലുള്ള ടീത്തുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടീത്ത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഇതൊരു സർഫസ്, ഇതൊരു പ്ലെയിൻ സർഫസ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയിൻ സർഫസ് മറ്റൊരു മെറ്റീരിയലിൻ്റെ മുകളിലെടുത്തിട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ, സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. അത് ജസ്റ്റ് ഒരേത്തെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പകരം ഈ ഒരു പ്ലെയിൻ സർഫസിൻ്റെ അകത്ത് മുകളിൽ നമ്മൾ ആ ഒരു പ്ലെയിൻ സർഫസിന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓരോ മുനമ്പോന്ന് ഇടിച്ച് അവിടുത്തെ ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു സർഫസിൽ കൊടുക്കുന്ന കട്ടുകൾ അതിനെയാണ് എന്തായി രൂപപ്പെടുന്നത്, ടീത്തുകളായിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, നമ്മളൊരു സർഫസിൻ്റെ അകത്ത് എങ്ങനെയാണോ കട്ടുകൾ കൊടുക്കുന്നത് അതാണ് എന്തായി പെടുന്നത്. ഇപ്പം ഇങ്ങനെയാണ് കട്ടുകൾ കൊടുക്കുന്നതെങ്കിൽ അത് ടീത്തുകളായിട്ട് രൂപപ്പെടും. ഇതിപ്പം നമ്മുടെ ഒരു പ്ലാൻ വ്യൂ ആണ്. അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ,
അപ്പോഴത്തേക്ക് അതുപോലെ കട്ട് ചെയ്യുന്ന നമുക്ക് പല വിധത്തിൽ കട്ട് ചെയ്യാം. അതിന് നമ്മൾ പ്രധാനമായിട്ട് 4 കട്ടുകളാണുള്ളത്. സിംഗിൾ കട്ടുണ്ട്, ഡബിൾ കട്ടുണ്ട്, റാസ്പ് കട്ടുണ്ട്, കാർബ്ഡ് കട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഒരു ഫയലിൽ എത്ര തരത്തിലുള്ള കട്ടുകളാണ് ഉള്ളത്. അപ്പോൾ സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാസ്പ് കട്ട്, കാർബ്ഡ് കട്ട്. അപ്പോൾ ഓരോ കട്ട് നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, ഒരു ഫയലിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ടീത്തുകളുള്ള ബ്രോഡായിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് വിളിക്കുന്നത്. ആ ഫേസിൽ അല്ലെങ്കിൽ സൈഡിൽ ഒരു സിംഗിൾ റോയിൽ മാത്രമാണ് കട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സിംഗിൾ കട്ട് ഫയൽ എന്ന് വിളിക്കും. ഓക്കെ, എ സിംഗിൾ കട്ട് ഫയൽ ഹാസ് റോ ഓഫ് ടീത്ത് കട്ട് ഇൻ വൺ ഡയറക്ഷൻ. അപ്പം ഈ ഒരു ഡേറ്റ ലൈൻ വെച്ച് നോക്കുമ്പം ആ ഒരു കൊടുത്താക്കുന്ന കട്ടിൻ്റെ ആംഗിൾ അത് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ആ ഒരു സിംഗിൾ കട്ട് ഫയലിലുള്ള ആ ഒരു ടീത്ത് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ നിന്ന് ആ ഒരു ടീത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സിംഗിൾ കട്ട് ഫയലിൻ്റെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രിയുള്ള ഈ സിംഗിൾ കട്ട് ഫയൽ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ സോഫ്റ്റ് മെറ്റൽസിനെ കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സിംഗിൾ കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് മെറ്റൽസ് ആയ ബ്രാസ്, അലൂമിനിയം, ബ്രോൺസ്, കോപ്പർ, ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? സിംഗിൾ കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ലെയ്ത്ത് വർക്കുകൾക്കും നമുക്ക് സഹായിക്കാൻ. ലെയ്ത്ത് വർക്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ, നേരത്തെ ഞാൻ ഹാക്സോയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഹാക്സോ അല്ല, ട്രൈ സ്ക്വയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബർ എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരിവിനോട് ചേർന്നിട്ട് ഈ മെറ്റീരിയൽ കട്ട് ചെയ്യപ്പെടാതിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്താ പറയുക, ചിപ്പിങ്ങനെ ഇളകി പോകാതിരിക്കും. ആ ഒരു ഭാഗമൊക്കെയാണ് ബർ. അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് ഈ സിംഗിൾ കട്ട് ഫയലാണ്. അതുപോലെ ഈ ലെയ്ത്ത് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവിടെയുള്ള ഈ ബറുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഏത് ഫയലാണ്? സിംഗിൾ കട്ട് ഫയലാണ്. അടുത്ത ഫയൽ എന്ന് പറയുന്നത് ഡബിൾ കട്ട് ഫയൽ. ഡബിൾ കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ നേരത്തെ 60 ഡിഗ്രിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തിരുന്നു. ഡബിൾ കട്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെ 2 വിധത്തിൽ നമ്മൾ കട്ടിങ് നടത്തും. അതായത് ഒരു കട്ട് ഉപയോഗിക്കുന്നത് 70 ഡിഗ്രിയിലാണെങ്കിൽ മറ്റേ കട്ട് ഉപയോഗിക്കുന്നത് 51 ഡിഗ്രിയിൽ. ഇതേപോലെ 2 റോ ഓഫ് കട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കി കിട്ടുന്ന ആ ഒരു ടീത്താണ് ഡബിൾ കട്ട് എന്ന് പറയുന്നത്. എ ഡബിൾ കട്ട് ഫയൽ ഹാസ് 2 rows ഓഫ് ടീത്ത് ഡയഗണൽ ടു ഈച്ച് അതർ. അത് പരസ്പരം ഡയഗണൽ ആയിരിക്കും. ദ ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഓവർ കട്ട്. അപ്പോഴത്തേക്ക് ആദ്യത്തെ റോ അതായിരിക്കും കൂടിയ ആംഗിൾ ഉള്ളത്. അതിന് എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി ആയിരിക്കും. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു ഡബിൾ കട്ട് ഫയലിലുള്ള ഓവർ കട്ടിൻ്റെ ആംഗിൾ എത്ര? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡബിൾ കട്ട് ഫയലിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ്? അങ്ങനെ ചോദിക്കാം. ഓക്കെ, കൂടിയ ആംഗിൾ എന്ന് പറയുന്നത് ഓവർ കട്ട്, അതിന് 70 ഡിഗ്രി. അടുത്ത കട്ട് എന്ന് പറയുന്നത് അപ്പ് കട്ട് എന്ന് പറയും, അത് 51 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഒരു ഡബിൾ കട്ട് ഫയലിൽ 2 റോ ഓഫ് ടീത്ത് ഉണ്ട്, ഡയഗണൽ ടു ഈച്ച് അതർ ആണ്. അടുത്ത് ഓവർ കട്ടും ഉണ്ട്, അപ്പ് കട്ടും ഉണ്ട്. ഓവർ കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 70 ഡിഗ്രിയാണ്, അപ്പ് കട്ട് എന്ന് പറയുന്നത് 51 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്ത റാസ്പ് കട്ട് എന്ന് പറയും. റാസ്പ് കട്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മളിങ്ങനെ ഡയഗണലിൽ ഒന്നും അല്ല അത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ചിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നതൊന്നുമല്ല. നമ്മൾ ഈ മൊനമ്പായിട്ടിരിക്കുന്ന ഒരു ടീത്തുകളാണ് ഈ റാസ്പ് കട്ടിനുള്ളത്. റാസ്പിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു പരുക്കം എന്ന് പറയുന്നൊരു മീനിങ് ആണ്. പരുക്കൻ, അതായത് എന്താ പറയുക, ഒരു റഫ് എന്നല്ല, പരുക്കൻ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ എങ്ങനെ ഇതേപോലെ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ടീത്തുകൾ. ഓരോ മൊനമ്പുകളായിട്ടിരിക്കും. അങ്ങനെ ഷാർപ്പനായിട്ടുള്ള ഓരോ ടീത്തുകളാണ്, അതാണ് റാസ്പ് കട്ട്. ഈ റാസ്പ് കട്ട് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ മെറ്റൽസിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, നമ്മളത് ഉപയോഗിക്കുന്നത് വുഡ് വർക്കിനാണ്. അപ്പോൾ കാർപ്പൻറ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് ഈ റാസ്പ് കട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വുഡിന് മാത്രമല്ല, നമ്മൾ ലെതർ മെറ്റീരിയൽസിനും ഈ റാസ്പ് കട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം ദ റാസ്പ് കട്ട് ഹാസ് ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ഇൻ എ ലൈൻ. ഈസ് യൂസ്ഫുൾ ഫോർ ഫയലിംഗ് വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റീരിയൽസ്. ദീസ് ഫയൽ ആർ അവൈലബിൾ ഓൺലി ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ്. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ഫയൽ, നമ്മൾ നേരത്തെ ഒരു ഫയൽ കണ്ടിരുന്നു. ഈ ഫയൽ എന്നൊക്കെ പറയുന്നത് നേരത്തെ കണ്ട സിംഗിൾ കട്ട്, ഡബിൾ കട്ട്. ഇത് നമ്മുടെ സെക്ഷൻ എങ്ങനെ ഇരുന്നത്? ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആയിരുന്നു അല്ലേ? നേരത്തെ കണ്ടാൽ മനസ്സിലാവും. ഇത് നോക്കി, ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് നമ്മൾ ഫയലിന് പല വിധത്തിൽ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു
റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള സർക്കിൾ റൗണ്ട് ഫയൽ എന്ന് പറയും. അത് ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ഹാഫ് റൗണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു റാഫ് കട്ട് ഏതിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ? ഹാഫ് റൗണ്ട് ഷേപ്പിലേ അവൈലബിൾ. അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെമി സർക്കിളിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സെമി സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് റാഫ് കട്ട് കഴിഞ്ഞ് ഇനി കർവ്ഡ് കട്ട് ഫയൽ. നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലെ ഫയൽ മാതിരി തന്നെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗിളിലാണ് നേരത്തെ കട്ട് നടത്തിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കട്ട് നടത്തുന്നത് ഇങ്ങനെ കർവ്ഡ് ആയിട്ടാണ്. ഇങ്ങനെ ഒരു ആർക്ക് മാതിരിയിട്ടാണ് ഇതിൻ്റെ അകത്ത് കർവ് ഉള്ളത്. ആ കർവ് എന്ന് വെച്ചാൽ നല്ല ഡീപ്പറായിരിക്കും. ഓക്കെ, നല്ല ഡീപ്പറാണ്, നല്ല ഷാർപ്പനായിരിക്കും. ഇതൊന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസിനൊക്കെ, അതായത് ദീസ് ഫയൽസ് ആർ ഡീപ്പർ കട്ടിങ് ആക്ഷൻ ആൻഡ് ആർ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഫയലാണ് ഈ കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ അലൂമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് ഇതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അലൂമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഫയൽ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അത് നമുക്ക് ഫ്ലാറ്റ് ഷേപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കർവ്ഡ് കട്ട് ഫയൽ നമുക്ക് എപ്പോഴും ഫ്ലാറ്റ് ഷേപ്പിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ കട്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ അതിൻ്റെ പല്ല് നമ്മൾ എങ്ങനെയാണോ നിർമ്മിച്ചെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 വിധത്തിലുള്ളതുണ്ട്. നമ്മുടെ സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാഫ് കട്ട്, കർവ്ഡ് കട്ട്. ഇതെല്ലാം കട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനി നമ്മുടെ ഒരു ഫയൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് മെറ്റീരിയലിനെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ മെറ്റീരിയലിന് ആസ്പദമായിട്ടുള്ള ഫയലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഒരു അലൂമിനിയം കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കുക ഈ കർവ്ഡ് കട്ട് എടുക്കുക. ഒത്തിരി നമ്മൾ വുഡ് കട്ട് ചെയ്യണമെങ്കിൽ ഇതെടുക്കുക, റാഫ് കട്ട് എടുക്കുക. അപ്പം നമ്മൾ ഏത് മെറ്റീരിയലിനെയാണോ കട്ട് ചെയ്യേണ്ടത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ഫയൽ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞത് സെലക്ഷൻ ഓഫ് എ ഫയലാണ്. ഇനി സ്പെസിഫിക്കേഷൻ ഓഫ് എ ഫയൽ. നിങ്ങൾ എങ്ങനെ ഒരു ഫയൽ പോയി സ്പെസിഫൈ ചെയ്യുന്ന വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഫയൽ വാങ്ങണം. അപ്പോൾ ആ ഷോപ്പിൻ്റെ അടുത്തുള്ള സെല്ലറിൻ്റെ അടുത്ത് നമ്മൾ ഏത് ഫയൽ നമുക്ക് വാങ്ങണം എങ്ങനെ പറയും? അപ്പോൾ ഒരു ഫയലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ലെന്ത്, ഫയലിൻ്റെ നീളം എന്തോന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ടിപ്പ് മുതൽ ഹീല് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഫയലിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. അതാണ് ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഓരോ ടീത്തുകൾ തമ്മിലുള്ള അകലം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടീത്ത്, ഇത് അടുത്ത ടീത്ത്, ആ ടീത്തുകൾ തമ്മിലുള്ള അകലം, ആ അകലത്തിനെ സ്പേസിങ് ഓഫ് ടീത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇതെന്ന് വെച്ചാൽ ഇത് ഒരു കട്ട് കൊടുത്ത്, ഒരു വെട്ട് കൊടുത്ത്, അത് അടുത്തൊരു വെട്ട് കൊടുത്ത്, അപ്പോൾ അതൊരു ടീത്തായി. ഇനി അടുത്തൊരു വെട്ട് കൊടുത്ത്, അപ്പോൾ ഈ 2 ടീത്തുകൾ തമ്മിലുള്ള അകലം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ലെന്ത്, പിന്നെ ഗ്രേഡ്. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഒരു ടീത്ത്, ഇത് എൻ്റെ അടുത്ത ടീത്ത്. ഓക്കെ, അപ്പോൾ ഈ ടീത്തുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രേഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ വേറെ ടീത്ത് വിളിക്കും, ഇങ്ങനെ ഒരു ടീത്ത്, അടുത്ത ടീത്ത് ഇത്രയുണ്ട്, അടുത്ത ടീത്ത് ഇത്രയാണ്. അപ്പം ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രേഡ് അനുസരിച്ച് പല വിധത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പം നമുക്ക് ഒരു സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊന്നാണ് ഗ്രേഡ്. കട്ട് നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞു. കട്ടെന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? സിംഗിള്, ഡബിള്, റാഫ്, കർവ്ഡ്, ഏതെന്ന് വെച്ചാൽ അത്. പിന്നെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് സെക്ഷൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ നോക്കി ആണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് പറയുന്നത്. ഫ്ലാറ്റ് ടൈപ്പ് ആണോ, റെക്റ്റാങ്കിൾ ആണോ, അല്ലെങ്കിൽ ഹാഫ് റൗണ്ട് ആണോ, റൗണ്ട് ആണോ, അങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രയാങ്കുലർ ആണോ, അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് പറയുന്നത്. അപ്പം ഈ ഒരു 4 കാര്യത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളൊരു ഫയൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ലെന്ത്, ഗ്രേഡ്, കട്ട് ആൻഡ് ഷേപ്പ്. അപ്പോഴത്തേക്ക് ഒരു ലെന്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് ഒരു എൻഡ് ഭാഗം, അതാണ് ടിപ്പ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുക, പോയിന്റ് എന്ന് പറയാം. ടിപ്പ് ഓർ പോയിന്റ് ടു ഹീല് വരെയുള്ള ഭാഗമാണ് നമ്മൾ എന്താണ് അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഒരു ഫയൽ എത്ര ലെന്ത് വരെ അവൈലബിൾ ആണ്? 100 മുതൽ 400 mm വരെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ 100, 180, 200, 250, 300 ഉണ്ട്. പക്ഷേ 350 ഇല്ല കേട്ടോ.
350 ഇല്ല, പിന്നെ 400 ഉള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, അവരിങ്ങനെ 150, 200, 280, 350 തരും. ഇതിൻ്റെ അകത്ത് ഏത് സൈസിലുള്ളതാണ് ഇല്ലാത്തതെന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 350 എന്ന് പറയുന്നത് ഇല്ല, അതാണ് ഇല്ലാത്തത്. അടുത്തത് ഗ്രേഡ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് എന്ന് വെച്ചാൽ എന്താണ്, ടീത്ത് സ്പേസിങ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ഡിറ്റർമിൻ ചെയ്യുക. അതായത് പല്ലുകൾ തമ്മിലുള്ള അകലം. ഓക്കെ, ആ പല്ലുകൾ തമ്മിലുള്ള അകലത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് 5 വിധത്തിലുള്ള ഗ്രേഡുകളുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് പല്ലുകൾ തമ്മിലുള്ള അകലം ഏറ്റവും വലുതാണ്. ഒരു പല്ലിവിടെ, അടുത്ത പല്ലിവിടെ, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഗ്രേഡ് ഉള്ളതിനെയാണ് നമ്മൾ റഫ് ഫയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും സ്പേസിങ് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രേഡാണ് റഫ് ഫയൽ. ആ റഫ് ഫയൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? റാപ്പിഡ്ലി റിമൂവിങ് മെറ്റീരിയൽ. വി കാൻ റിമൂവ് ദ മെറ്റീരിയൽ റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ. നമുക്ക് ഒരു മെറ്റലിൽ നിന്ന് മെറ്റീരിയൽ ഏറ്റവും പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? റഫ് ഫയൽ ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ എന്ന് പറയാൻ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. റിമൂവിങ് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ, ഇതിന് ഉപയോഗിക്കുന്ന ഫയൽ ഏതെന്ന് തന്നെ ചോദിക്കാറുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ഫയലാണ് റഫ് ഫയൽ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുണ്ട്. അടുത്ത ഗ്രേഡാണ് നമുക്ക് ബാസ്റ്റേഡ് ഫയൽ എന്ന് പറയുന്നത്. ബാസ്റ്റേഡ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ റഫ് ഫയലിൻ്റെ അത്ര സ്പേസിങ് ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. അതാണ് ബാസ്റ്റേഡ് ഫയൽ. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയലാണ്. ഒരു മെറ്റീരിയലിൻ്റെ ഹെവി റിഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ബാസ്റ്റേഡ് ഫയൽ ഉപയോഗിക്കുന്നത്. അടുത്തത് അതിൽ നിന്നും കുറച്ച് സ്പേസിങ് കുറഞ്ഞതാണ് ഏത്? സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ജോബിനെ നമുക്കിപ്പോൾ ഒരു 10 mm എന്ന് പറയുന്നത് 10 mm ഒരു ജോബുണ്ട്, നീളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് 9 ആക്കി എടുക്കണം. അപ്പോൾ 1 mm മാത്രം കുറച്ചാൽ മതി. അപ്പം നമ്മുടെ ഫിനിഷിങ് സൈസിലോട്ട് എക്സാക്റ്റായിട്ട് ക്ലോസ്, അതായത് നമ്മുടെ 9 എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫിനിഷിങ് സൈസിലോട്ട് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് ഏത്? സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഫയൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ജോബ്. ഈ ജോബിൻ്റെ നീളം എന്ന് പറയുന്നത് 20 mm എന്നിരിക്കട്ടെ. 20 mm നിന്ന് എനിക്ക് പെട്ടെന്ന് 10 mm അല്ലെങ്കിൽ 15 mm. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട 2 ഗ്രേഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, റാപ്പിഡായിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കും? ഞാൻ ഒരു റഫ് ഫയൽ എടുത്തങ്ങ് ഫയൽ ചെയ്യും. ഓക്കെ, റാപ്പിഡായിട്ട് 20 നിന്ന് ഒരു 15 എത്തിച്ച്. ഓക്കെ, ഹെവി റിഡക്ഷൻ ആണ് വേണമെങ്കിൽ ബാസ്റ്റേഡ് ഉപയോഗിക്കും. ഇനി എനിക്ക് ഇത് എത്തിക്കേണ്ടത് ഏതിനാണ്? ഇപ്പം ഞാൻ അത് 2 ഉപയോഗിച്ച് ഞാൻ ഇതിപ്പോൾ 10 എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ബാസ്റ്റേഡ് ഉപയോഗിച്ച് ഞാൻ 10 വരെ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു വലിയൊരു മെറ്റീരിയൽ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 10 mm ഉള്ളതേ ഉള്ളൂ. ആ 10 mm എനിക്ക് കൃത്യമായിട്ട് ആക്കേണ്ട 9. അപ്പോൾ ഈ 9 mm ആണ് എനിക്ക് കിട്ടേണ്ട ഡയമെൻഷൻ. ആ 10 നിന്ന് 9, 1 mm മാത്രം കുറച്ച്. അങ്ങനെ ക്ലോസ് ഫിനിഷിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് ഉപയോഗിക്കാം? ഈ ഒരു സ്മൂത്ത് ഫയൽ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് സെക്കൻഡ് കട്ട് ഫയൽ ബ്രിങ് ദ ജോബ്സ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്. അടുത്തത് സ്മൂത്ത് ഫയലാണ്. സ്മൂത്ത് ഫയൽ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ റിമൂവ് ചെയ്യും, ഒരു സ്മോൾ ക്വാണ്ടിറ്റി മാത്രം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? സ്മൂത്ത് ഫയൽ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10 നിന്ന് 9 എത്തിക്കുന്നു ഞാൻ പറഞ്ഞു. എനിക്കിപ്പം ആ ഒരു 9 എത്തിച്ചുള്ള മെറ്റീരിയലിന് ഒരു 0.01 mm കൂടി മാറ്റണം. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം, ഒരു സ്മോൾ ക്വാണ്ടിറ്റിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് ഉപയോഗിക്കാം? സ്മൂത്ത് ഫയൽ ഉപയോഗിക്കാം. പക്ഷേ ഫിനിഷിംഗ് സൈസിലോട്ട് ക്ലോസ് എത്തിക്കുന്ന ഏതാണ്? സെക്കൻഡ് കട്ടാണ്. റിമൂവ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ സ്മൂത്ത് ഫയലാണ്. ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ്, എനിക്ക് എൻ്റെ ഫിനിഷിംഗ് സൈസ് എന്ന് പറയുന്നത് 9.002 mm എന്ന് പറയുന്ന ഡയമെൻഷനിൽ എനിക്ക് എത്തിച്ച് നിർത്തണം. അങ്ങനെയുള്ള ഹൈ ഡിഗ്രി ഫിനിഷിങ്ങിലൊക്കെ വേണമെങ്കിൽ ഏത് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും? ഡെഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിക്കേണ്ടി വരും. ഡെഡ് സ്മൂത്ത് ഫയലിനാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്രത്യേകത? അതിൻ്റെ അകത്തുള്ള ടീത്തുകൾ ഇങ്ങനെ വളരെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, വളരെ അടുത്തായിരിക്കും ഇരിക്കുന്നത്. സ്പേസിങ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ
എത്ര ഗ്രേഡുകൾ പഠിച്ചു? നമ്മൾ 5 ഗ്രേഡുകൾ പഠിച്ചു. ഈ 5 ഗ്രേഡുകൾ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ റഫ് ഫയൽ പഠിച്ചു, റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി റിമൂവ് ചെയ്യാൻ റഫ് ഫയൽ ഉപയോഗിക്കുന്നത് പഠിച്ചു, ബസ്റ്റേഡ് ഫയൽ പഠിച്ചു, അത് ഹെവി റിഡക്ഷൻ ആണെന്ന് പഠിച്ചു, സെക്കൻഡ് കട്ട് പഠിച്ചു, അത് ബ്രിങ്ങിങ് ദ ജോബ്സ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് എന്ന് പഠിച്ചു കഴിഞ്ഞു, സ്മൂത്ത് ഫയൽ പഠിച്ചു, സ്മോൾ ക്വാണ്ടിറ്റി മാത്രം റിമൂവ് ചെയ്തതിനാൽ സ്മൂത്ത് ഫയൽ എന്ന് പഠിച്ചു കഴിഞ്ഞു, അടുത്തത് ഡെഡ് സ്മൂത്ത് ഫയൽ പഠിച്ചു, ഹൈ ഡിഗ്രി ഫിനിഷ് വേണമെങ്കിൽ ഡെഡ് സ്മൂത്ത്. ഓക്കെ, നമ്മുടെ ഇത്രയും ഗ്രേഡ് പഠിച്ചെങ്കിലും നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് 4 ഗ്രേഡുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോഴത്തെ ആദ്യം നമ്മൾ പഠിച്ച വലിയ ഗ്രേഡ് ഏത് ഗ്രേഡാണ്? റഫ് ഫയൽ. അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ട് ബാക്കി ബസ്റ്റേഡ്, സെക്കൻഡ്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്, ഇത് 4 മാത്രമേ ഏത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ? BIS റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ എത്ര ഗ്രേഡ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. എത്ര ഗ്രേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഗ്രേഡ് എന്ന് തന്നെ പറയണം. എത്ര കട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര കട്ടുണ്ട്? 4 കട്ടുണ്ട്. സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാഫ് കട്ട്, പിന്നെ കർവ്ഡ് കട്ട്, ഇങ്ങനെ 4 കട്ടുണ്ട്. സ്പേസിങ് അനുസരിച്ചാണ് ഗ്രേഡാണ്. അത് 5 തരത്തിലുള്ള ഗ്രേഡ് ഉണ്ട്. പക്ഷേ BIS പ്രകാരമാണ് അങ്ങനെ ഒരു പ്രത്യേക തരം ചോദ്യം ഇതുവരെ വന്ന് കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഗ്രേഡേ ഉള്ളൂ? 4 ഗ്രേഡേ ഉള്ളൂ. റഫ് ഫയൽ എൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ഇനി ഷേപ്പ് ഓഫ് ഫയൽ. നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ രൂപം അനുസരിച്ചാണ് നമ്മുടെ അതിൻ്റെ ഷേപ്പ് കാണുന്നത്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തിരിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ ഒന്നാണ് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയും. നമ്മൾ ജനറൽ പർപ്പസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഫയൽ ഏതെന്ന് ചോദിക്കാം. അത് നമ്മുടെ ഏതാണ്? ഫ്ലാറ്റ് ഫയലാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുകയാണ് ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറയുന്നതാണ് നമ്മളെന്ത് ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്. ആ ഫ്ലാറ്റ് ഫയലിൻ്റെ ഫേസ് അല്ലെങ്കിൽ സൈഡിൽ എന്തുണ്ട്? ഒരു ഡബിൾ കട്ടായിരിക്കും. ഒരു 70 ഡിഗ്രിയുടേത് ഓവർ കട്ടും 51 ഡിഗ്രിയുടെ അപ്പ് കട്ടും. ഇത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഇത് അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ എഡ്ജ് ഉണ്ട് ഈ ഭാഗം, അതായത് ഇവിടെ ഈ ഒരു എഡ്ജിൻ്റെ അകത്ത് സിംഗിൾ കട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, എഡ്ജ് ഭാഗത്തിനകത്ത് സിംഗിൾ കട്ടായിരിക്കും കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. എഡ്ജ് എല്ലാം വിത്ത് ദീസ് കട്ട് ഓഫ് പാരലൽ 2/3 ഓഫ് ദ ഓക്കെ ഫേസ് ഡബിൾ കട്ട് ആൻഡ് എഡ്ജസ് സിംഗിൾ. ഇനി ഈ ഒരു ഫ്ലാറ്റ് കട്ടിൻ്റെ ഫ്ലാറ്റ് ഫയലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. ഈ ഫയലിൻ്റെ 2/3 ഭാഗം പാരലായിരിക്കും. ഈ എഡ്ജിന് പാരലായിരിക്കും നമ്മുടെ 2/3 ഭാഗം. 1/3 അതിൻ്റെ 1/3 ഭാഗം എന്തായിരിക്കും? അത് ഇതേപോലെ ഇങ്ങനെ ടേപ്പർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫ്ലാറ്റ് ഫയലിൽ പാരലൽ അപ് ടു 2/3 ബാക്കി ഭാഗം നമുക്ക് ടേപ്പർ ചെയ്ത് പോയിന്റിലോട്ട് ഇങ്ങോട്ട് ടേപ്പർ ചെയ്യുന്നതും കൂടി ചിലപ്പോൾ ചോദിക്കാം. പോയിന്റ് ഭാഗത്തേക്ക് 1/3 ഭാഗം ടേപ്പർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചരിഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ ചരിഞ്ഞു പോയിട്ടുണ്ടാവും. അടുത്ത ടൈപ്പ് ഫയലാണ് ഹാൻഡ് ഫയൽ എന്ന് പറയും. ഈ ഹാൻഡ് ഫയലിൻ്റെ മറ്റൊരു പേരെന്ന് വെച്ചാൽ സേഫ് എഡ്ജ് ഫയൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഏതുണ്ട് ഫ്ലാറ്റ് ഫയലിൻ്റെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ടേപ്പറിങ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ടേപ്പറിങ് ഏതിനില്ല? ഹാൻഡ് ഫയലില്ല. ത്രൂ ഔട്ട് പാരലായിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് പാരലായിട്ടുള്ളൊരു ഫയലാണ് ഹാൻഡ് ഫയൽ. അത് മാത്രമല്ല ഒരു എഡ്ജ് എന്ന് പറയുന്നത് കട്ട് ഇല്ലാത്തൊരു ഭാഗമായിരിക്കും, അൺകട്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ സേഫ് സൈഡ് എന്ന് പറയും. ഒരു എഡ്ജിൽ മാത്രമേ സിംഗിൾ കട്ട് ഉണ്ടാവുള്ളൂ, ഒരു എഡ്ജ് സേഫ് ആക്കി വയ്ക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കോർണറൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലം ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോഴത്തേക്ക് എനിക്ക് ഫയൽ ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്. അപ്പം ഞാൻ ഈ ഫയലിട്ട് പിടിക്കുകയാണ്. ഈ ഫയലിട്ട് പിടിക്കുമ്പം ഈ ഹാൻഡ് ഫയലാണെങ്കിൽ ഈ ഹാൻഡ് ഫയലിൻ്റെ ഈ ഭാഗമായിരിക്കും, അതായത് ടീത്ത് ഇല്ലാത്ത ഭാഗമായിരിക്കും ഈ കോർണറിൽ കിടന്ന് വരയുന്നത്. അപ്പം ടീത്ത് ഇല്ലാത്ത ഭാഗം കോർണറിൽ കിടന്ന് വരഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല, അല്ലേ? പക്ഷേ അവിടെ ഒരു ഫ്ലാറ്റ് ഫയലാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് എന്ത് പറ്റും? ഈ ഒരു ഭാഗത്തും ഒരു ടീത്ത് ഉള്ളതുകൊണ്ട് ഇവിടെയും കൂടി മുറിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ കോർണറിലുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? അപ്പോഴേ ഹാൻഡ് ഫയലാണ്. ഹാൻഡ് ഫയലിന് എന്തുണ്ടാവത്തില്ല? ടേപ്പറിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തില്ല? ഒരു എഡ്ജിന് ടീത്തും ഇല്ല. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. യൂസ്ഫുൾ ഫോർ ഫയലിംഗ് സർഫസ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു സർഫസ് ഓൾറെഡി ഫിനിഷ്ഡ്. ഓക്കെ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫിനിഷ് ചെയ്ത് വെച്ചാക്കുന്ന ഭാഗമായിരിക്കാം നേരത്തെ. അത് ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഭാഗം ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചാക്കുന്നത്, നമുക്ക് കട്ട് ചെയ്യേണ്ട ഈ ഭാഗത്താണ്. അപ്പം എന്താ ചെയ്യുക? ഈ ഒരു ഫയൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അൺകട്ട് ഭാഗമായിരിക്കും ഈ സൈഡിൽ ഒരയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ,
അതിൻ്റെ അകത്ത് ഫേസിൻ്റെ അകത്ത് ഡബിൾ കട്ടായിരിക്കും. ഒരു ഭാഗത്തിൽ ഒരു കട്ട് സിംഗിൾ കട്ട് ഉണ്ടാവും, ഒരു കട്ട് സേഫ് എഡ്ജ് ആയിരിക്കും. അവിടെ കട്ടുകൾ ഉണ്ടാകത്തില്ല. വൺ എഡ്ജ് ഈസ് സിംഗിൾ കട്ട്, വേറെ അതർ ഈസ് സേഫ് എഡ്ജ്. അപ്പോൾ സേഫ് എഡ്ജ് ഫയലെന്നും ഇതിനെ വിളിക്കാറുണ്ട്. അതിൻ്റെ ത്രൂ ഔട്ട് ലെന്ത് എന്തായിരിക്കും? പാരലായിരിക്കും. നമ്മുടെ ഫ്ലാറ്റ് ഫയലാണെങ്കിൽ എന്ത് പറ്റും? 2/3 പാരലായിരിക്കും, 1/3 എന്തായിരിക്കും? ടേപ്പേർഡ് ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഫയലുകൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി ഫയലിലുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മൾ ആ കട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീത്തിൻ്റെ ഇടയിൽ എന്ത് കയറിയിരിക്കും? നമ്മുടെ മുറിക്കപ്പെട്ട ആ ഒരു ചിപ്സ് കയറിയിരിക്കും. ചിപ്സ് കയറി ഇരുന്നിട്ട് ആ ഒരു കട്ട് അല്ലെങ്കിൽ വിടവങ്ങ് അടഞ്ഞു പോകും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മളുടെ ടീത്ത് എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ടീത്തിൻ്റെ ഇടയിലെല്ലാം നമ്മളെ ചിപ്പുകൾ കയറി ഇങ്ങനെ ഇരുന്ന് ഇതങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? പിന്നെ കട്ട് നടക്കത്തില്ല. പിന്നെ നമ്മൾ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ആ ഉരയ്ക്കുന്ന സർഫസിൽ സ്ക്രാച്ചുകൾ ഉണ്ടാകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു ചിപ്സുകൾ അതിൻ്റെ അകത്ത് ക്ലോഗ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് നമ്മളെന്തെന്ന്? പിന്നിങ് ഓഫ് ദ ഫയൽ. ദ മെറ്റൽ ചിപ്സ്, അതിനെ ഫയലിങ്സ് എന്ന് പറയും. മെറ്റൽ ചിപ്സിനെ പറയുന്ന പേരാണ് ഫയലിങ്സ്, വിച്ച് ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ദ ഫയൽ. ഈ ഒരു നടപടിയാണ് പിന്നിങ് ഓഫ് ദ ഫയൽ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടീത്തിൻ്റെ അകത്ത് ഇതേപോലെ എന്താ കയറിയിരിക്കുക? നമ്മുടെ ചിപ്സ് ഇങ്ങനെ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ ചിപ്സുകൾ ഇങ്ങനെ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതേപോലുള്ളൊരു ബ്രഷാണ് ഫയൽ ബ്രഷ് എന്ന് പറയും. ഓക്കെ, ഫയൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള ചിപ്സിനെ റിമൂവ് ചെയ്ത് കളയാം. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഫയൽ കാർഡ് എന്ന് പറയും. മിക്കവാറും ഫയൽ കാർഡ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നിങ് ഓഫ് ഫയൽ നമുക്ക് എങ്ങനെ മാറ്റാം? അതിൻ്റെ ഓപ്ഷനിൽ ഫയൽ കാർഡ് എന്നായിരിക്കും കിടക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രിപ്പുകൾ ഉപയോഗിക്കാം. ഒരു കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ ഒരു കാർഡുകൾ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ATM കാർഡില്ലയോ അതേപോലെയൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിന്നിങ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ഒന്നീ ഫയൽ ബ്രഷ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഫയൽ കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫയൽ ബ്രഷ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഈ ഓവർ കട്ടായിട്ടുള്ള ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ ഓവർ കട്ടുണ്ട് അപ്പ് കട്ടുണ്ട്. ഈ ഓവർ കട്ടായിട്ടുള്ള ആംഗിളിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഫയൽ ഉപയോഗിക്കാനായിട്ട്. ഫയലിലല്ല, നമ്മുടെ ബ്രഷ് ഉപയോഗിക്കാനായിട്ട്. ബ്രഷ് ആ ഒരു ഓവർ കട്ട് ആംഗിളിൻ്റെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉരയ്ക്കാൻ. അങ്ങനെയാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു ടീത്തിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ക്ലോഗ് ആയിട്ടിരിക്കുന്ന ആ ഒരു ചിപ്സ് അല്ലെങ്കിൽ ഫയലിങ്സിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഒരു പുതിയ ഫയലിനൊക്കെ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പായിരിക്കും. കാര്യം ഈ ഫയൽ ബ്രഷ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ടീത്തിൻ്റെ ഒരു തേയ്മാനം ഉണ്ടാക്കാനൊക്കെ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് പുതിയ ഫയലിനൊക്കെ ഈ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ബ്രാസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് പൊതുവെ ഉപയോഗിക്കുന്നത് പുതിയ ഫയലിന്. അപ്പോൾ നമുക്ക് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫയൽ ബ്രഷ് ഓവർ കട്ടിൻ്റെ ഡയറക്ഷനിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫയൽ കാർഡ് അല്ലെങ്കിൽ ബ്രാസ് ഓർ കോപ്പർ സ്ട്രിപ്പ് ഉപയോഗിക്കും. ഓക്കെ, നമ്മുടെ നേരത്തെ പറഞ്ഞ പിന്നിങ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ടീത്തിൻ്റെ ഇടയിൽ എന്ത് കയറിയിരിക്കുന്നു? നമ്മുടെ ചിപ്സ് കയറിയിരിക്കുന്ന ആ ഒരു ഇതാണ് പിന്നിങ് എന്ന് പറയുന്നത്. ആ പിന്നിങ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടീത്തിൻ്റെ ഇടയിൽ നമുക്ക് ചോക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ടീത്തിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പിന്നിങ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പിനെ കുറിച്ചൊന്ന് പഠിക്കുകയാണ്. നമ്മുടെ ക്രോസ് സെക്ഷൻ അനുസരിച്ച് നമ്മുടെ ഫയലിന് പല പേരിൽ അറിയപ്പെടും. ഇപ്പോൾ റൗണ്ട് ഫയൽ, അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ റൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് ഫയൽ എന്തിനു ഉപയോഗിക്കുന്നു? ഹോൾസ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പം ചോദിക്കും. ഹോൾസ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ചെയ്ത് റൗണ്ട് ഫയലാണ്. ഈ ഇൻറ്റേർണൽ കർവ്ഡ് സർഫസിനൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ, ഇൻറ്റേർണൽ കർവ്ഡ് സർഫസിന് ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാഫ് റൗണ്ട്. ഓക്കെ, നമ്മുടെ ഈ നോച്ചസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇതേപോലുള്ള ഇങ്ങനെയുള്ള നോച്ചസ്, ഇതൊക്കെ 60 ഡിഗ്രി കൂടുതലുള്ള നോച്ചസിനെയൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രയാങ്കുലർ ഫയൽ. അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, ഇതേപോലുള്ള ഫയൽ, ഈ ക്രോസ് സെക്ഷനുള്ള ഫയലാണ് ട്രയാങ്കുലർ ഫയൽ. അതിൻ്റെ കുറച്ചും കൂടി നാരോ, ഇതിന് ഇത്രയും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ വളരെ നാരോ ആയിട്ടിരിക്കുന്ന ഒന്നാണ് ഇത് നൈഫ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോച്ചസിന് 60 ഡിഗ്രി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കുലർ ഫയൽ ഉപയോഗിക്കാം. അതല്ല ചെറിയ 10 ഡിഗ്രി കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് ഈ നൈഫ് എഡ്ജ് ഉപയോഗിക്കാം. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
അടുത്തത് ക്രോസിംഗ് ഫയൽ എന്ന് പറയും. ക്രോസിംഗ് ഫയൽ എന്ന് പറയുന്നത് ഒരു ഹാഫ് റൗണ്ട് ഫയലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒന്നാണ്. അതിനൊരു ഫിഷ് ബാക്ക് ഫയൽ എന്ന് കൂടി മറ്റൊരു പേരുണ്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, ഇത് കഴിഞ്ഞ ഒരു ഫിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത്. നമ്മുടെ വെൽഡറിന് ഇത്രത്തോളം ഡീപ്പൊന്നും വരുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത്. അടുത്തത് ഒരു ടിങ്കേഴ്സ് ഫയൽ എന്ന് പറയുന്നത്. ടിങ്കേഴ്സ് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിടിയൊക്കെയുള്ള ഫയലാണ്. അതായത് ഇപ്പം ഇത് ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ അതായത് ഹാൻഡിൽ, ഒരു ഭാഗത്തെ ഹാൻഡിൽ ബോട്ടം സർഫസിലായിരിക്കും നമ്മൾ ഫയൽ ഇരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പുട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ തേച്ച് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, പുട്ടി ഇട്ട് ഇങ്ങനെ ആരം പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ടിങ്കേഴ്സ് ഫയൽ. അത് ചിലപ്പം ചോദിക്കാം, ഓട്ടോമൊബൈൽ ബോഡീസ് ടിങ്കറിങ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫിനിഷിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ടിങ്കേഴ്സ് ഫയലാണ്. അതിൻ്റെ മുകളിൽ ബോട്ടം ആയിരിക്കും ഫേസ്, അതിൻ്റെ മുകളിൽ ഹാൻഡിലുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ രൂപം. ഏകദേശം ഇപ്പം അതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഹാൻഡിലാണ്, ഇവിടെ ആയിരിക്കും എൻ്റെ ടീത്ത് വരുന്നത്. ഓക്കെ, ഇത് ഒരു ഉദ്ദേശം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റിൽ നോക്കിയാൽ മതി, അത് കാണാൻ കഴിയും. ഇനി അടുത്ത നീഡിൽ ഫയൽ എന്ന് പറയും. നീഡിൽ ഫയൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് ഫയലാണ്. ആ ഫയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഗ്രേഡിൽ മാത്രമേ കിട്ടുള്ളൂ, അതൊന്ന് ഓർത്തിരിക്കുക. ബസ്റ്റേർഡ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഈ 2 ഗ്രേഡിൽ മാത്രം കിട്ടുന്നൊരു ഫയലാണ് നീഡിൽ ഫയൽ. സ്പെഷ്യൽ പർപ്പസ് ഫയലാണ്, വളരെ ചെറിയൊരു ഫയലുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ഫയലിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഈ എല്ലാ ക്വസ്റ്റ്യൻസ്, ഞാൻ അതിൻ്റെ അത് ഉൾക്കൊള്ളിച്ചേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ബോത്ത് എഡ്ജ് ഓഫ് ഫ്ലാറ്റ് ബസ്റ്റേർഡ് ഫയൽ ഹാവ് ഡാഷ്. ഓക്കെ, ഈ ബോത്ത് എഡ്ജസ് ഓഫ് ഫ്ലാറ്റ് ബസ്റ്റേർഡ് ഫയൽ, ഈ ഒരു ഫയലിൻ്റെ അകത്ത് ബോത്ത് എഡ്ജസ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫയലിന് ടീത്തുള്ള 2 ഭാഗങ്ങളുണ്ട്, ഫേസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്. ഫേസിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്ത്, സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുന്ന ടീത്ത് എങ്ങനെയായിരിക്കും, സിംഗിൾ കട്ടായിരിക്കും. അത് ബസ്റ്റേർഡ് ആയാലും റഫ് ആയാലും ഏതായാലും നമ്മുടെ എഡ്ജിൻ്റെ അകത്ത് എന്തായിരിക്കും, എഡ്ജിൽ എപ്പോഴും സിംഗിൾ കട്ടായിരിക്കും, അത് ഓർത്തിരിക്കുക. അത് നേരത്തെ പഠിച്ച തന്നെ. ഇപ്പം ബസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രിക്കി ആയിട്ട് ചോദിച്ചെന്നുള്ളൂ. നമ്മൾ ബസ്റ്റേർഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ബസ്റ്റേർഡിൽ വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെയൊന്നുമില്ല. ബസ്റ്റേർഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഗ്രേഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റഫ്, ബസ്റ്റേർഡ്, നമ്മൾ വേറെ എന്തെങ്കിലും സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്, സെക്കൻഡ് കട്ട്, ഇത്രയും പഠിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഈ റഫ്, ബസ്റ്റേർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, പിന്നെ ഡെഡ് സ്മൂത്ത്. ഈ സെക്കൻഡ് കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് കട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എവയിൽ ഏത് ഗ്രേഡാണ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് കട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ഗ്രേഡ് നമുക്കില്ല. സെക്കൻഡ് കട്ട് എന്ന് പറയുന്ന ഒരു ഗ്രേഡേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എഡ്ജസിൽ, ഒരു ഫയലിൻ്റെ എഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്ന ടീത്ത് എങ്ങനത്തെ ടീത്ത് ആയിരിക്കും, സിംഗിൾ കട്ട് ടീത്ത് ആയിരിക്കും. അടുത്തത്, ഇനി ഡബിൾ കട്ട് ഫയൽ, 1 കട്ട് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 70 ഡിഗ്രി, മറ്റേ ആംഗിൾ എത്രയായിരിക്കും, 51 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളൊരു ഡബിൾ കട്ട് ഫയലിൻ്റെ അകത്തുള്ള 70 ഡിഗ്രി എന്ന് പറയുന്നത് ഓവർ കട്ടാണ്, നമ്മുടെ അപ്പ് കട്ട് എന്ന് പറയുന്നത് 51 ഡിഗ്രിയാണ്. അതാണ് ചോദിച്ചത്. ഇത് 2 ലാൻഡായിരിക്കും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ കട്ട് ഫയൽ ഹാസ് റോസ് ഓഫ് ടീത്ത് കട്ട് ആൻഡ് ആംഗിൾ ഓഫ്, നമ്മൾ സിംഗിൾ കട്ടിലാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. എക്സെപ്റ്റ് ഡാഷ് ഓഫ് ദ ഫയൽ ഈസ് ടെമ്പേർഡ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ടാങ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഫയലിൽ ടെമ്പർ ചെയ്തിട്ടുണ്ടാവും. ടെമ്പർ മാത്രമല്ല, ടെമ്പർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഹാർഡനിങ് ചെയ്യണം. ഹാർഡൻ ആൻഡ് ടെമ്പറിങ്. അടുത്ത, സെക്കൻഡ് കട്ട് ഫയൽ ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. നമ്മുടെ സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രേഡാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് അതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേഡാണ്, കട്ടല്ല. നമ്മൾ കട്ടുകൾ ഏതൊക്കെയുള്ളൂ, സിംഗിൾ കട്ട്, ഡബിൾ കട്ടേ ഉള്ളൂ. സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് ഗ്രേഡാണ്. സ്പേസിങ് ഓഫ് ടീത്തിനെയാണ് നമ്മൾ ഗ്രേഡ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രേഡിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് എന്ത്, സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. ദീസ് ഫയൽസ് ആർ നോൺ ആസ് ഫിഷ് ബാക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞ് ക്രോസിംഗ് ഫയലിനെയാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. ഈ ഹാഫ് റൗണ്ട് ഫയലിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫയലാണ് ക്രോസിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഫയൽ കാർഡ് ഈസ് യൂസ്ഡ്. ഫയൽ കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്ലീനിങ് ദ ഫയൽ ടീത്ത്. സിംഗിൾ കട്ട് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ, സിംഗിൾ കട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മളെപ്പോഴും സോഫ്റ്റ് മെറ്റൽസിനെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കട്ട് ഫയൽസ് ഉപയോഗിക്കുന്നത്. അത് നേരത്തെ ആദ്യം പറഞ്ഞു തന്നെയായിരുന്നു. വാർഡിംഗ് ഫയൽ ഈസ് യൂസ്ഫുൾ ഫോർ കട്ടിങ്. ഈ വാർഡിംഗ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാവിയിലുള്ള ഗ്രൂവ്സൊക്കെ, അങ്ങനെയുള്ള വളരെ നാരോ ആയിട്ടുള്ള ഗ്രൂവ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് വാർഡിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് ചോദിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കുക. നാരോ സ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് ഇത്
വാർഡിംഗ് ഫയൽ എന്ന് പറയുന്നത്. അടുത്തത് വയർ ഫയലിംഗ് ക്ലോഗിങ് ഓഫ് ടീത്ത് ബൈ ചിപ്സ് ഈസ് നോൺ ആസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് പിന്നിങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു ദ ആവറേജ് സ്പീഡ് ഓഫ് ഫയലിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ്, ഒരു ആവറേജ് സ്ട്രോക്ക് നമുക്ക് എത്ര സ്ട്രോക്ക് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര സ്ട്രോക്ക് കൊടുക്കാം, മുന്നോട്ടും പിറകോട്ടും ഫയല് ചലിപ്പിക്കുന്നതിനാണ് നമ്മൾ ആ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഒരു 40 മുതൽ 60 സ്ട്രോക്ക് വരെയാണ് നമ്മൾ ആവറേജ് കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ ട്രേഡ്സ്മാൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മൾ ഈ JEE വെൽഡറിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലത്. ഓക്കെ, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ഫയലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെല്ലാം പഠിക്കണമെന്നാണ് നമ്മുടെ ഒരു വെപ്പ്. അതിപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നവരെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ലെയ്ത്ത് വർക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സിംഗിൾ കട്ട് ഫയലാണ് നമ്മൾ ലെയ്ത്ത് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. ടൈപ്പ് ഓഫ് ഫയൽ യൂസ്ഡ് വുഡ് വർക്ക്, അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് റാഫ് കട്ട് ഫയലാണ്. അത് ടൈപ്സ് ഓഫ് കട്ടിൽ വരുന്നതാണ് എന്ത് റാഫ് കട്ട്. ഈ ടൈപ്സ് ഓഫ് കട്ടും ഗ്രേഡും തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഓക്കെ, അടുത്തത് എ പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ടു പ്രിവെൻറ്റ് ഡാമേജ് ഓഫ് ടൂൾ ഹാൻഡിൽ, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫെറൂളാണ്. നമ്മുടെ ആ ഒരു തടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു റിങ്ങിൻ്റെ പേരാണ് എന്ത്, ഫെറൂൾ എന്ന് പറയുന്നത്. ഇനി ഡബിൾ കട്ട് ഫയൽ ആംഗിൾ ഓഫ് ഓവർ കട്ട്, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ്, 70 ഡിഗ്രി. വിച്ച് വൺ ഈസ് അതർ ദാൻ ഫയൽ ഗ്രേഡ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതർ ദാൻ ഫയൽ ഗ്രേഡ്. അപ്പോഴത്തേക്ക് ഈ സിംഗിൾ കട്ട് എന്ന് പറയുന്നത് ഏത് വിധത്തിൽ വരുന്നതാണ്, നമ്മുടെ ടൈപ്സ് ഓഫ് കട്ടിൽ വരുന്നതാണ്, ഇതൊരു ഗ്രേഡ് അല്ല. ഓക്കെ, അപ്പോൾ ബാക്കി 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഗ്രേഡിലുള്ളതായിരുന്നു. ദ ഫയൽ യൂസ്ഡ് ഓൺ വുഡ് ഷൂസ് ആൻഡ് ഹോഴ്സ് ഹൂഫ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് വുഡ് ഷൂസ് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്താ അതർ ദാൻ മെറ്റൽസ് ആണ്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഫയലാണ് നമ്മൾ റാഫ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടാക്കുന്നതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കാണ് ചോദിച്ചെന്നുള്ളതാണ് ആ ബ്രാക്കറ്റ് ഇട്ടാക്കുന്നത്. സിംഗിൾ കട്ട് ഫയൽ യൂസ്ഡ് ഫോർ വർക്ക് ഓൺ ലെയ്ത്ത്, ഡ്രോ ഫയലിംഗ് ആൻഡ് ഫോർ ഫിനിഷിംഗ് വേരിയസ് കമ്പോണൻസ് ഓഫ് ബ്രാസ് ആൻഡ് ബ്രോൺസ്, ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ഫയലാണ്. അതിൻ്റെ ഫയലിൻ്റെ പേരാണ് മിൽ ഫയൽ എന്ന് പറയും. ഈ മിൽ ഫയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് സിംഗിൾ കട്ടായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വായിച്ചു വെക്കുക, അല്ലെങ്കിൽ മിൽ ഫയലിനെ കുറിച്ചൊന്ന് പഠിച്ചിരിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇത് പ്രീവിയസ് ആയതുകൊണ്ട് ഞാൻ ഇട്ടെന്നുള്ള മിൽ ഫയൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ കട്ട് ഫയലാണ്. അത് ഇതേപോലത്തുള്ള ബ്രാസ് ബ്രോൺസും അല്ലെങ്കിൽ ലെയ്ത്ത് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വാക്കുകൊണ്ടാണ് നമ്മളത് ഓപ്റ്റ് ചെയ്യുന്നത്. അതൊരു സിംഗിൾ കട്ട് ഫയലാണ്, പിന്നെ ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയുള്ള ആ ഒരു ഫയലിൻ്റെ ആ ഒരു പ്രത്യേക ഫയലിൻ്റെ പേരാണ് മിൽ ഫയൽ എന്ന് പറയുന്നത്. ദ ഫയൽ യൂസ്ഡ് ഫോർ ഫയലിംഗ് ലെഡ്, ബാബിറ്റ് ആൻഡ് സിമിലർ സോഫ്റ്റ് മെറ്റീരിയൽസ്, നമ്മൾ തന്ന ഓപ്ഷനിൽ വെച്ചിട്ട് വിക്സൺ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ ഈ ഒരു ലെഡ്, ബാബിറ്റ്, അതായത് സോഫ്റ്റ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഫയൽ. ഈ വിക്സൺ ഫയൽ എന്ന് പറയുന്നത് നമ്മളൊരു കർവ്ഡ് ടീത്ത് ആയിട്ടുള്ള ഒരു ഫയലാണ്. ഓക്കെ, നമ്മൾ കർവ്ഡ് കട്ടെന്ന് ഒരു കട്ട് പഠിച്ചില്ലയോ, അതുപോലെ കർവ്ഡ് കട്ടും ഉള്ള ഒരു ഫയലാണ് ഈ വിക്സൺ ഫയൽ. ഈ വിക്സൺ ഫയൽ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാനാണ്. ഈ തന്ന ഓപ്ഷനിൽ വെച്ചിട്ട് 3 ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഈ വിക്സൺ ഫയലാണ് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ഫയൽ ടീത്ത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫയൽ കാർഡ് അല്ലെങ്കിൽ ഫയൽ ബ്രഷ്, അതല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാം, കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് സ്ട്രിപ്സ് ഉപയോഗിക്കാം. ഇനി ഫയൽ ഹാൻഡിൽ ഈസ് ഫിറ്റഡ് ഓൺ ടാങ്. ഓക്കെ, ദ ഫയലിംഗ് ഇൻ വിച്ച് ദ ഹാൻഡിൽ ഓഫ് ദ ഫയൽ ഈസ് നോട്ട് ഹെൽഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഡ്രോ ഫയലിംഗ് എന്ന് പറയുന്നത് ഫയലിംഗ് മെത്തേഡ്, നമുക്ക് പലതരത്തിൽ ഫയലിനെ ഫയലിംഗ് ചെയ്യാം. അതായത് എങ്ങനെ അത് നമ്മൾ മെറ്റലിൻ്റെ മുകളിൽ ഉരയ്ക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു മെത്തേഡാണ് ഡ്രോ ഫയലിംഗ്. ഈ ഡ്രോ ഫയലിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫയലിൻ്റെ 2 അറ്റത്തും കഴിച്ച് മുറുകെ പിടിക്കും. അതായത് പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഇത് എൻ്റെ ഫയൽ എന്നിരിക്കട്ടെ, ഇതിനിപ്പോൾ ഫയൽ എന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഫയലിൻ്റെ ഈ ഭാഗത്തും ഞാൻ കൈ വെച്ച് പിടിച്ചിട്ട് ഇത് എൻ്റെ വർക്ക് പീസാണ്, ഇതിനെ ലെന്ത് വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കും. അങ്ങനെ ഉരയ്ക്കുന്ന ആ ഒരു ഫയലിംഗ് മെത്തേഡിനെ പറയുന്നതാണ് പേര് ഇത് ഡ്രോയിങ് ഫയൽ എന്ന് പറയുന്നത്. എങ്ങനെ വരയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ജോബിൻ്റെ മുകളിൽ ഈ ഫയലിൻ്റെ ഇവിടെയും ഞാൻ കൈ പിടിക്കും, ഇവിടെയും കൈ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഫയലിംഗ് മെത്തേഡാണ് ഡ്രോ ഫയലിംഗ്. ഓക്കെ, അങ്ങനെ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഹാൻഡിലിൻ്റെ ആവശ്യമില്ല. അതാണ് ചോദ്യം. ഓക്കെ, അതാണ് ചോദ്യം. അപ്പോഴത്തേക്ക് അതൊന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മുടെ വെൽഡറിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൂടി ഡീപ്പാണ്, ഒരു ഫിറ്ററിൻ്റെ ലെവലിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ പ്രോസസ്സ് ആഫ്റ്റർ ഫയലിംഗ്, നമ്മൾ ഫയലിംഗ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഒരു സ്ക്രാപ്പിംഗ് എന്ന് പറയും. ഓക്കെ, സ്ക്രാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പുറത്തിരിക്കുന്ന ചെറിയ
പരുവരുത്ത ആ ഒരു ചെറിയ ഇതായിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ നീക്കി കളയാം. അത് വളരെ ഒരു ഫിനിഷിങ് ഓപ്പറേഷനാണ്. അതിന് പറയുന്ന പേരാണ് സ്ക്രാപ്പിംഗ് എന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ദ സൈസ് ഓഫ് എ ഫയൽ ഈ സ്പെസിഫൈഡ്. ഒരു ഫയലിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെന്താണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഫയലിംഗ് ഓഫ് വുഡ് ആൻഡ് ലെതർ. ഇത് നേരത്തെ ഒരുപാട് തവണ ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് ടേർണെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റാസ് ഫയൽ. ദ ടൈപ്പ് ഓഫ് ഫയൽ യൂസ്ഡ് ഫോർ വുഡ് വർക്ക്. വീണ്ടും ഫിറ്ററിന് ചോദിച്ച റാസ് ഫയൽ തന്നെയാണ്. അടുത്തത് സെക്കൻഡ് കട്ട് ഫയൽ ഈസ് എ ഡാഷ്. സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് ഞാൻ ഓപ്ഷൻ കൊടുക്കാൻ കാര്യം ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ അതുള്ള ഓപ്ഷൻസ് ഡബിൾ കട്ട്, HSS, മീഡിയം റഫ്, സ്മൂത്ത്. അപ്പോൾ സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഗ്രേഡാണ് അല്ലേ. നമ്മുടെ റഫ് ഉണ്ട്, ബാസ്റ്റേർഡ് ഉണ്ട്, സെക്കൻഡ് കട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, പിന്നെ ഇതുണ്ട് ഡെഡ് സ്മൂത്ത് ഉണ്ട്. അപ്പോൾ അത് ഗ്രേഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഡബിൾ കട്ട് ഫയലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ ആകാതിരിക്കാം. അടുത്ത HSS ആണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് ആണോ എന്ന് വെച്ചാൽ നമുക്കത് രണ്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. സ്മൂത്താന്ന് വെച്ചാൽ അല്ല, അത് മറ്റൊരു ഗ്രേഡാണ്. അപ്പോൾ സെക്കൻഡ് കട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് വരുന്ന ആൻസർ എന്ന് വെച്ചാൽ മീഡിയം റഫ് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയാണ്. ഓക്കെ. അതായത് റഫ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഏത് വരുന്നുണ്ട്, നമ്മുടെ ബസ്റ്റേഡ് വരുന്നുണ്ട്. 1, 2 ആയി. മൂന്നാമത്തെയാണ് ഏത്, നമ്മുടെ സെക്കൻഡ് കട്ട്. അതാണ് ഒരു മീഡിയം. ഈ റഫ് സെക്കൻഡ് കട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, ഡെഡ് സ്മൂത്ത് ഉണ്ട്. അപ്പോൾ അതൊരു കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്, ഈ മീഡിയം റഫ് ഫയൽ എന്നുള്ളതാണ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ ഇത് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്കിത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നല്ലൊരു രീതിയിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചോദിക്കാനും ഒരുപാട് പേര് തെറ്റിക്കാനും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. 27 എന്ന് പറയുന്നത്. ഓക്കെ. അതൊന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. വിച്ച് ഫയൽ ഹാസ് ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിന്റഡ് ടീത്ത്. അപ്പം നേരത്തെ തന്നെ പറഞ്ഞ ഈ ഷാർപ്പ് പോയിന്റഡ് ഇൻഡിവിജ്വൽ ടീത്ത് ഉള്ള ഏതിനായിരിക്കും നമ്മൾ വുഡ്, ലെതർ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റാസ്പ് കട്ട്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടുവെക്കുന്നു. അപ്പോൾ ആ റാസ്പ് കട്ടും നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഫയലിംഗ് ഓപ്പറേഷൻ ഫോർ സ്മൂത്ത് ഫിനിഷ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഡ്രോ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ ഡ്രോ ഫയലിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോ ഫയലിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ഫയൽ കാർഡ് ഈസ് യൂസ്ഡ്. ഫയൽ കാർഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമ്മൾ പിന്നിങ് ഒഴിവാക്കാൻ. പിന്നിങ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഫയൽ ടീത്തിനെ ക്ലീൻ ചെയ്യുക. ഫെറൂളെ എന്നതിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ വുഡൻ ഹാൻഡിലിൻ്റെ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഫെറൂളെ, ഫിക്സഡിൻ്റെ ഹാൻഡിൽ. ഫെറൂൾസ് ആർ മെയ്ഡ് ഔട്ട്. ഈ ഫെറൂളെ എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ മെറ്റീരിയൽ ഏത്, അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുക. ബ്രാസ് മെറ്റീരിയൽ വെച്ചാണ് ഫെറൂളെ ഉണ്ടാക്കുന്നത്. ബ്രാസ് ആണ് ആ ഫെറൂളിൻ്റെ മെറ്റീരിയൽ. വിച്ച് ഫയൽ ഹാസ് മിനിമം സ്പേസ് ബിറ്റ്വീൻ ദെയർ ടീത്ത്. അപ്പോൾ നമുക്ക് തന്നാക്കുന്ന ഓപ്ഷനെ വെച്ചിട്ട് സ്മൂത്ത് ഫയലായിരുന്നു. ഇതിൽ നിന്ന് മിനിമമായിട്ടുള്ള ഏതുണ്ട്, ഡെഡ് സ്മൂത്ത് ഉണ്ട്. ഓക്കെ. നമുക്ക് തന്നാക്കുന്ന ഓപ്ഷൻസ് വെച്ച് സ്മൂത്ത് ആയിരുന്നു. ഇത് ഡെഡ് സ്മൂത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ആൻസർ. ഓക്കെ. ഏറ്റവും സ്പേസ് കൂടിയതാണ് അപ്പോൾ ബസ്റ്റേഡ് ആണ്. ബസ്റ്റേഡ് അല്ല, റഫാണ്. റഫിൽ നിന്ന് കുറഞ്ഞത് ബസ്റ്റേഡ്, അതിൽ നിന്നും കുറഞ്ഞത് സെക്കൻഡ് കട്ട്, അതിൽ നിന്നും കുറഞ്ഞ സ്മൂത്ത്, പിന്നെ ഡെഡ് സ്മൂത്ത്. ഓക്കെ. റാസ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നത് വുഡ് ആയിട്ടുള്ള അങ്ങനെ വെച്ച കാര്യങ്ങൾക്ക്. ഫയൽ ഗ്രേഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ. ഫയൽ ഗ്രേഡ് എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന, സ്പേസിങ് ഓഫ് ദ ടീത്ത്. ഡബിൾ കട്ട് ഫയൽ ഈസ് മെയ്ഡ് ഓഫ്. ഏത് ഫയലായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാൽ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് സ്റ്റീൽ ആയിരിക്കും. അടുത്ത ടൈപ്പ് ഓഫ് ഫയൽ യൂസ്ഡ് ഫോർ എ വുഡ് വർക്ക്. വുഡ് വർക്കിന് ഉപയോഗിക്കുന്ന റാസ് കട്ടാണ്. ദ ടീത്ത് ആംഗിൾ ഓഫ് എ സിംഗിൾ കട്ട് ഫയൽ. സിംഗിൾ കട്ടിൻ്റെ 60 ഡിഗ്രിയാണ്. ദ ഫയൽ യൂസ്ഡ് ഫോർ ബ്രിങ്ങിങ് ദ മെറ്റൽ ക്ലോസർ ടു ദ ഫിനിഷ്ഡ് സൈസ്. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഈ കാര്യം ആദ്യം തന്നെ പഠിച്ചിരുന്നു. നമ്മൾ ഫിനിഷ്ഡ് സൈസും ക്ലോസറിൽ എത്തിക്കുന്ന ഏതാണ്, സെക്കൻഡ് കട്ടാണ്. ഓക്കെ. സ്മോൾ ക്വാണ്ടിറ്റി മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് ഉപയോഗിക്കാം, സ്മൂത്ത് ഉപയോഗിക്കാം. ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, ഡെഡ് സ്മൂത്ത്. ഓക്കെ. ഡാഷ് ഫയൽ ഈസ് യൂസ്ഡ് ഇൻ കോസസ് വരെ ഹെവി റിഡക്ഷൻ. ഹെവി റിഡക്ഷൻ ആണെങ്കിൽ ഏത് ഉപയോഗിക്കുന്നത്, ബസ്റ്റേഡ് ഉപയോഗിക്കണം. നമ്മൾ റാപ്പിഡ് റിമൂവിങ് ആണെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നത്, നമ്മൾ റഫ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ദ ലെന്ത് ഓഫ് എ ഫയൽ ഫ്രം പോയിന്റ് ടു എവിടം വരെയാണ്, പോയിന്റ് ടു ഹീൽ. പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താണ്, ടിപ്പ് എന്ന് പറയും. പോയിന്റ് ഓർ ടിപ്പ്. അടുത്ത യൂഷ്വലി ഫയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ. അടുത്ത് ഡാഷ് കട്ട് ഫയൽസ് ആർ യൂസ്ഡ് ആസ് സോഫ്റ്റ് മെറ്റൽ. സോഫ്റ്റ് മെറ്റീരിയൽസിന് മിക്കവാറും ഉപയോഗിക്കുന്നത് നമ്മൾ സെക്കൻഡ് കട്ടായിരിക്കും. സെക്കൻഡ് കട്ടല്ല, റഫ് കട്ടാണ്. നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്നത് റഫ് കട്ടും, ഹാർഡ് മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്നത് സെക്കൻഡ് കട്ടോ അല്ലെങ്കിൽ സ്മൂത്തോ ആയിരിക്കും. ഫയൽസ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ, നേരത്തെ പഠിച്ചിരുന്നു. എ ഡാഷ് ഈസ് യൂസ് ഓഫ് ബ്രിങ്ങിങ് ദ ജോബ്സ് ക്ലോസർ ടു ദ ഫിനിഷിംഗ്. വീണ്ടും അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, സെക്കൻഡ് കട്ട്. ഫോർ ഹാർഡർ മെറ്റീരിയൽസ് എക്സലൻറ്റ് മെറ്റീരിയൽസ് എക്സലൻറ്റ് ഫയൽ ഫോർ ഗുഡ് ഫിനിഷ് ഫോർ മെനി പീസസ് ഓഫ് ഫിറ്റിംഗ് വർക്ക്. അപ്പോൾ ഈ ഹാർഡർ മെറ്റീരിയൽസിനാണെങ്കിൽ നമ്മൾ സ്മൂത്ത് ഉപയോഗിക്കും.
നമ്മുടെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽസിനാണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, റഫാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഓപ്ഷൻ ഇട്ട് തരാൻ കാര്യം നമുക്ക് തിരിഞ്ഞുകൊണ്ട എന്നുള്ളതാണ്. നമ്മുടെ സോഫ്റ്റ് മെറ്റീരിയൽസിന് സ്പേസിങ് കൂടിയ ടീത്തുള്ളത്, അതായത് ഗ്രേഡ് കൂടിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ സ്പേസിങ് കുറഞ്ഞുള്ള ടീത്തുള്ള, അതായത് നമ്മുടെ സ്മൂത്ത് ഒക്കെ എടുത്ത് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസിന് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിൻ്റെ നിറച്ചൊന്ന് ഇറുകി പിടിക്കും. ആ മെറ്റീരിയൽ ഇപ്പം അലൂമിനിയത്തിൽ കയറി അലൂമിനിയം എടുത്ത് ഞാൻ സ്മൂത്ത് ഒക്കെ പിടിച്ചെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ സ്മൂത്ത് എടുത്ത് പിടിച്ചെന്ന് വെച്ചോ, ആ ടീത്തിൻ്റെ അകത്ത് നിറച്ച അലൂമിനിയം കയറി നിറയും, പിന്നെ കട്ടിങ് നടക്കത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസിന് ഏത് ഉപയോഗിക്കുന്നത്, റഫ് കട്ട് ഉപയോഗിക്കുന്നത്. ഹാർഡിന് ഏത് ഉപയോഗിക്കുന്നത്, സ്മൂത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് കട്ട്സ് ഓവർ എ ലെന്ത് ഓഫ് 10 mm ഫോർ എ ബസ്റ്റഡ് ഫയൽ ഓഫ് 300 mm. 300 mm നീളമുള്ള ഒരു ബസ്റ്റഡ് കട്ടിൻ്റെ അകത്ത് 10 mm എത്ര കട്ടുകളുണ്ടാവും? അതിൻ്റെ അകത്ത് 9 കട്ടുകളുണ്ടാവും. അതിൻ്റെ ഒരു ടേബിളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കും. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ തന്നതേ ഉള്ളൂ. ഇതൊന്നും നമ്മളെ വെൽഡറിന് വരാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇതൊരു ടെക്നീഷ്യൻ ഗ്രേഡ് ലെവൽ അങ്ങനെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഫയലിംഗ് നാരോ സ്ലോട്ട്സ് നോച്ചസ് ആൻഡ് ഗ്രൂവ്സ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ നാരോ സ്ലോട്ട്, നോച്ചസ്, ഗ്രൂവ്സ്, ഈ നോച്ചസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർക്കണം, അവിടെ ഒന്ന് നമ്മുടെ നൈഫ് എഡ്ജ് ട്രയാങ്കിൾ ആയിരിക്കും കൂടുതൽ സൂട്ടബിൾ ആവുന്നത്. ഓക്കെ, ഈ നോച്ചസ് എന്നുള്ള കാര്യം പ്രത്യേകം നോക്കുക. അടുത്ത കട്ട് ഓഫ് ഫയൽ ആർ ഡിവൈഡ് ഇൻറ്റു ഡാഷ്. നമ്മൾ എത്ര ഗ്രൂപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്? 4 ഗ്രൂപ്പ്. സിംഗിൾ, ഡബിൾ, റാഫ്റ്റ്, കർവ്ഡ്, അങ്ങനെ 4 ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഗ്രേഡാണ് ചോദിച്ചെങ്കിലോ 5 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മുടെ റഫ്, ബസ്റ്റേർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. ഫയൽസ് ആർ ക്ലാസിഫൈഡ് ആൻഡ് നെയിംഡ് അക്കോർഡിംഗ് ടു ദെയർ 3 പ്രിൻസിപ്പൽ ഫാക്ടർ. അത് സൈസ്, ഷേപ്പ്, ഗ്രേഡ്. ഇത് നമുക്ക് ഈ 2 ഓപ്ഷൻ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് 2 മാത്രം ഞാൻ എഴുതിയത്. ഇത് ഫയൽസ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇത് സൈസ്, ഷേപ്പ്, പിന്നെ അതിൻ്റെ ഗ്രേഡ്, കട്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയാണ് നമ്മുടെ ഫയലിനെ കുറിച്ചുള്ള എല്ലാ കാര്യമായിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് നമുക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എൻ്റെ കിട്ടിയിട്ടുള്ളത്, അതായത് ഒരു 2010 മുതലുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഫയൽ ആദ്യമുള്ള എന്താണെന്ന് എല്ലാം ഒന്ന് പഠിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫയലിന് ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു സെക്ഷനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.